ബാലാവകാശ കമ്മീഷൻ കൂടി ഇപ്പോൾ കേസെടുക്കണം എന്ന രീതിയിൽ ഒരു ആവശ്യം വന്നിരിക്കുന്നു. DGPയോട് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. 2 ആഴ്ചകളിൽ റിപ്പോർട്ട് വേണം എന്നാണ് ഇപ്പോൾ ബാലാവകാശ കമ്മീഷനും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശ്രീത്ത് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നു. ശ്രീത്ത്, കൂടുതൽ പരുങ്ങലിലാവുന്നു, കൂടുതൽ കുരുക്കിലാവുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇതാ വനിതാ കമ്മീഷൻ, പിന്നാലെ ബാലാവകാശ കമ്മീഷൻ ഇടപെട്ടിരിക്കുന്നു. ഈ വിഷയത്തിൽ കേസെടുക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നതും DGPയോടാണ്. അത് മാത്രമല്ല, പാലക്കാട് നിന്നും ഒരു പൊതുപ്രവർത്തക പരാതി നൽകിയിട്ടുമുണ്ട് ഈ കമ്മീഷനുകൾക്കെല്ലാം തന്നെ. എന്താണ് വിവരങ്ങൾ? പ്രജിൻ സൂചിപ്പിച്ച പോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ എല്ലാ പ്രതിരോധവും പൊളിയുകയാണ്, തകർന്ന് തരിപ്പണമാവുകയാണ്. പരാതിയില്ല, കേസില്ല, പാർട്ടിക്ക് മുന്നിൽ പരാതികളില്ല എന്നൊക്കെ വാദിച്ച് സ്വയം പ്രതിരോധം തീർത്തുകൊണ്ടിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർക്കും കനത്ത തിരിച്ചടിയായിട്ടാണ് ഇപ്പോൾ 2 പ്രധാനപ്പെട്ട അർദ്ധ ജുഡീഷ്യൽ സംവിധാനങ്ങളായി പ്രവർത്തിക്കുന്ന 2 കമ്മീഷനുകൾ സ്വമേധയാ കേസെടുത്തിരിക്കുന്നത്. വനിതാ കമ്മീഷൻ സ്വമേധയാണ് കേസെടുത്തിരിക്കുന്നതെങ്കിൽ ബാലാവകാശ കമ്മീഷൻ എറണാകുളം സ്വദേശിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. 2 കമ്മീഷനുകളും സംസ്ഥാന പോലീസ് മേധാവിയോട് റിപ്പോർട്ട് തേടിയിരിക്കുന്നു. 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബാലാവകാശ കമ്മീഷന്റെ പരിധിയിൽ വരുന്ന കുറ്റകൃത്യങ്ങളാണ് ഈ ഒരു ഇരയാക്കപ്പെട്ട പെൺകുട്ടിയുമായുള്ള ഗർഭചിത്രവുമായി ബന്ധപ്പെടുത്തിയുള്ള ഫോൺ സംഭാഷണത്തിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ന്യായമായും ബാലാവകാശ കമ്മീഷന് ഇടപെടാവുന്ന എല്ലാ കുറ്റകൃത്യങ്ങളും അതിലടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാദഗതികളോ പ്രതിരോധമോ ഒന്നും ഇനി ഫലവത്തായി നിൽക്കാൻ സാധ്യതയില്ല. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രതിരോധവും പാളിയിരിക്കുന്നു. നിയമസഭാംഗത്വമായി തുടരാൻ ഇനി എത്ര മണിക്കൂറുകൾ കഴിയും എന്നത് മാത്രമേ ഇവിടെ ചോദ്യമുള്ളൂ. പാർട്ടി നേതൃത്വം, കോൺഗ്രസ് നേതൃത്വം, ഹൈക്കമാൻഡ് അടക്കമുള്ള ആളുകൾ അനിവാര്യമായ തീരുമാനത്തിലേക്ക് വരാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നാണ് നേതാക്കൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇങ്ങനെ ഗുരുതരമായ പരാതികൾ നേരിടുകയും നിയമസംവിധാനത്തിന് മുന്നിൽ അന്വേഷണം നേരിടുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ MLA ആക്കി നിർത്തി എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന ചോദ്യമാണ് കോൺഗ്രസിനും അതിൻ്റെ UDFനും നേരെ ഉയരുന്നത്. ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ നേതൃത്വം എത്ര സമയമെടുക്കും എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത്. ആശ്രിത്, നമ്മൾ കണ്ടതാണ് കോൺഗ്രസ് നേതാക്കളുടെ നേരത്തെയുള്ള പ്രതികരണങ്ങൾ. അതിൽ പറയുന്നു, കൃത്യമായി ഈ ആരോപണം വന്നപ്പോൾ പാർട്ടിയിൽ എന്തായിരുന്നു സ്ഥാനം, അത് രാജിവെച്ചൊഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ. MLA സ്ഥാനം രാജിവെക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം വരുമ്പോൾ അതിന് കൃത്യമായി മറ്റു പാർട്ടികളിലെ ഇത്തരം സംഭവങ്ങളെ, സമാന സംഭവങ്ങളെയൊക്കെ എടുത്താണ് അതിന് ഇത്രയും നാൾ അല്ലെങ്കിൽ ഇത്രയും സമയം, ഈ സമയം വരെ പ്രതിരോധിച്ചത്. പക്ഷേ ഇപ്പോൾ ഒരു കേസായി കാര്യങ്ങൾ വരികയാണ്. ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിലും പറഞ്ഞത് തനിക്കെതിരെ കേസില്ല, പരാതിയില്ല, പോലീസില്ല എന്നൊക്കെയാണ്. പക്ഷേ ആ വാദങ്ങളൊന്നും ഇനി നിലക്കില്ല. DGP തന്നെ ഇതിൽ ഇടപെട്ട് റിപ്പോർട്ട് നൽകണമെന്ന് കമ്മീഷനുകൾ പറയുന്നു. ബാലാവകാശ കമ്മീഷൻ പറയുന്നു, വനിതാ കമ്മീഷൻ പറയുന്നു. കൂടുതൽ പരാതികൾ പോലീസിലേക്ക് ഈ പൊതുരംഗത്ത് തന്നെ വരികയുമാണ്. അപ്പോൾ ഇനി എന്തായിരിക്കും നേതാക്കൾ പറയാൻ പോകുന്നത്? എന്തായിരിക്കും പാർട്ടി നിലപാട്? ധാർമ്മികമായി മാത്രമല്ല, ഇനിയിപ്പോൾ നിയമപരമായും ഒക്കെ തന്നെ അതിൽ ശരികേടുണ്ട്. അപ്പോൾ ഒരു തീരുമാനം അതെപ്പോഴുണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയേണ്ടത്. പ്രജിൻ, ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട ഒരു ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കേസിനെ, നിയമ നടപടികളെ നേരിടാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്നിൽ കോൺഗ്രസ് അണിനിരക്കുമോ UDF അണിനിരക്കുമോ എന്ന ചോദ്യത്തിനാണ് കോൺഗ്രസ് നേതൃത്വവും UDF നേതൃത്വവും ഇനി ഉത്തരം നൽകേണ്ടത്. ഇതുവരെ പരാതിയില്ല, കേസില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന ആളുകൾക്ക് മുന്നിൽ ഇപ്പോൾ 2 പ്രധാനപ്പെട്ട കേസുകൾ വന്നിരിക്കുന്നു. ഒന്ന് ബാലാവകാശ കമ്മീഷനും മറ്റൊന്ന് വനിതാ കമ്മീഷനും ആണ് ഈ കാര്യത്തിൽ കേസുമായി മുന്നോട്ട് പോകുന്നത്. വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്ത് സംസ്ഥാന പോലീസ് മേധാവിയോട് റിപ്പോർട്ട് തേടുമ്പോൾ അത് ഒരു സാധാരണ നടപടിക്ക് പ്പുറത്തേക്കുള്ള കാര്യമായി വളരുകയാണ്. അത് കേവലം ഒരു പൊതുപ്രവർത്തകനെതിരെ മാത്രമല്ല, കേരളത്തിലെ നിയമസഭയിൽ അംഗമായിരിക്കുന്ന ഒരാൾക്കെതിരെയാണ്. അപ്പോൾ ഇങ്ങനെ ഗുരുതരമായ ആരോപണം നേരിടുന്ന ഒരു പെൺകുട്ടിയെ ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ പുറത്തു വന്ന ശബ്ദ സന്ദേശത്തിൽ നിന്ന്, ശബ്ദ റെക്കോർഡിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഇത്തരം ഒരാളെ വെച്ചുകൊണ്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ കഴിയുക? ഇനി കേസില്ലെന്നോ അല്ലെങ്കിൽ പരാതിയില്ലെന്നോ ഒക്കെ പറഞ്ഞു നിൽക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിനോ UDF നേതൃത്വത്തിനോ കഴിയില്ല. അതുകൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ തീരുമാനമെടുക്കേണ്ടിയിരിക്കുന്നു. അത്തരമൊരു സമ്മർദ്ദമാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ ഉരുണ്ടുകൂടുന്നത്. ആ ചോദ്യത്തിന്, ആ വിളിക്ക് ഉത്തരം നൽകാൻ കോൺഗ്രസ് നേതൃത്വത്തിന് സമയമായിരിക്കുന്നു. അനിവാര്യമായ നടപടിയിലേക്ക് കോൺഗ്രസ് നേതൃത്വം എപ്പോൾ പോകുമെന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ നിയമസഭാംഗമായി നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക കോൺഗ്രസിന് UDFന് ഇനി പ്രയാസകരമായിരിക്കും. UDFിൻ്റെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലെ സാധ്യതകളെ പോലും ബാധിക്കുന്ന ഒരു ഭാരമായി രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നണിക്കും കോൺഗ്രസിന് മേലും വളരുകയാണ്. അതുകൊണ്ട് തന്നെ പുരയ്ക്കുമേൽ ചാഞ്ഞിരിക്കുന്ന കൊമ്പ് എത്ര വിലപ്പെട്ടതാണെങ്കിലും അത് വെട്ടിമാറ്റേണ്ട അവസ്ഥയിലേക്ക്, അതിനുള്ള അത്തരം നിർബന്ധിതമായ ഒരു സാഹചര്യത്തിലേക്ക് കോൺഗ്രസും UDFും എത്തിയിരിക്കുന്നു. ആ ചോദ്യത്തിന് കോൺഗ്രസ് നേതൃത്വം ഉത്തരം നൽകുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ പ്രവർത്തകർ, താഴെത്തട്ടിൽ സാധാരണക്കാരായ പ്രവർത്തകർ, പാർട്ടിക്ക് വേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്ന പ്രവർത്തകർ ഇതാണിപ്പോൾ ആവശ്യപ്പെടുന്നത്, ചോദിക്കുന്നത്. യെസ്, വ്യക്തമാണ്. അതേ നിലപാട് തന്നെയാണ് ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവിന്റെ മനസ്സിലുമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ നോ കോംപ്രമൈസ്, രാജി എന്തായാലും വേണമെന്ന നിലപാടിലേക്കൊക്കെ പ്രതിപക്ഷ നേതാവ് അത്രയും കൃത്യമായി തന്നെ, കണ്ണിങ്ങായി തന്നെ, അഡമന്റായി നിൽക്കാനുള്ള കാരണവും എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു.